പലർക്കും അറിയുന്നതൊക്കെ തന്നെ ആയിരിക്കും. എന്നാലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളി. കാരണം വലിയൊരു തിരക്കും അതേപോലത്തെ എൻട്രി ഫീ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വരാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണിത്. ഇന്ന് സൗദിയിൽ നിന്ന് ഈദ് ആഘോഷിക്കാൻ വേണ്ടി വന്നിട്ട് ദുബായിൽ ബാക്കിയായ രണ്ടാളെയും കൊണ്ടാണ് നമ്മൾ പുറത്തു പോകുന്നത്. എൻ്റെ ബ്രദർ വഫയും സുഹൃത്ത് സൂര്യചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. വലിയ ചൂടൊന്നും ഇല്ലാണ്ട് എവിടെ പോകുന്നത് ഞങ്ങൾ തപ്പി ലാസ്റ്റ് ഞങ്ങൾ എത്തിയത് നമ്മൾ ദുബായ് ക്രീക്ക് ഹാർബറിലാണ്. നിലവിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സൗദിക്കാർ പറയുന്നത് ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ട് വരും. ഈ മറീനയുടെ രാത്രി കാഴ്ചകളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഏതായാലും അറിയാത്തവർ ഈ സ്പോട്ട് സേവ് ചെയ്ത് വെച്ചോളൂ. ശരിക്കും നല്ല രീതിയിൽ ഒരു ഈവനിങ് വാക്കിനൊക്കെ വരാൻ പറ്റിയ നല്ല സ്ഥലം തന്നെയാണ്. നല്ല ലൈറ്റിങ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല കളർഫുൾ ആക്കി വെച്ചിട്ടുണ്ട് ഇവര്. പിന്നെ ആകെയുള്ളൊരു പ്രശ്നം ഈ ക്ലൈമറ്റിൻ്റെ ഒരു ചൂട് തന്നെയാണ്. എന്നാലും കമ്പാരിറ്റീവ്ലി ഹ്യൂമിഡിറ്റി കുറച്ച് കുറവാണ് ഇവിടെ. അതേപോലെ തന്നെ മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ തന്നെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ അവരോട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിസൈൻസ്, പിന്നെ കുട്ടികൾക്ക് ഓടിക്കളിക്കാനും മറ്റുള്ള ഒരുപാട് സ്പോട്ടുകൾ. മൊത്തത്തിൽ ഇമാർ ഇവിടെ അവരുടെ ഒരു ലോകം തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതായാലും നിങ്ങൾക്ക് മക്കളെയും കൊണ്ടൊക്കെ വന്നാൽ ഒരിക്കലും നഷ്ടാവില്ല. പക്ഷേ ഈ ചൂട് തന്നെയാണ് ചെറിയൊരു പ്രശ്നം. അവിടുത്തെ ഓരോ കാര്യങ്ങൾക്കും എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ഒരാൾ ടച്ച് ഉണ്ടാവും. കുറച്ച് ചൂടൊക്കെ സഹിച്ചാലും കകക്കും സൂര്യചേട്ടനും ഇഷ്ടമായതുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷമായി. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ പേജ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക.